ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇതുവരേക്കും സെൽഫ് ലവിനെ കുറിച്ചും ഹീലിങ്ങിനെ കുറിച്ചും നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വേണം. എന്താണത്? നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്, നിങ്ങളുടെ മനഃശക്തി എന്ന് പറയും. അത് നിങ്ങൾക്കുണ്ടോ? നമ്മൾ ഈ സൊസൈറ്റിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ രണ്ട് കാറ്റഗറി ആളുകളെ കാണാൻ സാധിക്കും. അതിലൊരു കാറ്റഗറി എന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിലുണ്ടായാലും സ്വയം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും വീണു പോകുന്ന ആൾക്കാരാണ്. ഈ ഒന്നാമത്തെ കാറ്റഗറിയിലെ ആളുകളെയാണ് ലോകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ മുഖങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലേ? നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, ഇനി നേരിടേണ്ടി വരുമായിരിക്കാം. പക്ഷെ എങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? നമ്മൾ ലൈഫിൽ റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഹാർട്ട് ബ്രേക്ക്, വലിയ വേദനകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും, നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്ന് പോലും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, നിരാശകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ തന്നെ എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രം ഇതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ അവിടെ വീണു പോകുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഈ ആദ്യത്തെ കാറ്റഗറി ആളുകൾ മാത്രം ഭയങ്കര ലക്കിയാണ്, അതുകൊണ്ടാണോ? അതോ അവർക്കൊരു ഇമോഷനും ഇല്ല, അതുകൊണ്ടാണോ? ഇതൊന്നുമല്ല കാരണം. അവർക്ക് ഒരു വ്യത്യാസമുണ്ട് മറ്റുള്ളവരിൽ നിന്നും. അവരവരുടെ മനസ്സിനെ വളരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചവരാണ്. അവരുടെ ബാഹ്യ സാഹചര്യങ്ങളൊന്നും തന്നെ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ശക്തിയെ നിയന്ത്രിക്കുന്നില്ല. ആൻഡ് ഇതിലൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒരു കാര്യമല്ല. അതൊരു സ്കില്ലാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു ജന്മനാ ഉള്ള കഴിവല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. സോ പോയിന്റ് നമ്പർ 1, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ എൻ്റെ ഏർലി സ്റ്റേജിൽ ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അത് നിർത്തിയതോടുകൂടിയാണ് എൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ വന്നതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് മാത്രം സംഭവിക്കുന്നത്? പക്ഷെ ഒരിക്കലും ഞാൻ അൺലക്കി ആണെന്നോ അല്ലെങ്കിൽ ഞാനൊന്നും ഡിസേർവ് ചെയ്യാത്ത ആളാണെന്നോ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയും ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ ലൈഫ് ഒട്ടും നല്ലതല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ നിങ്ങളെ കാണുന്ന ഒരു വിക്റ്റിമായിട്ടാണ്, ഒരു ഇരയായിട്ട് നിങ്ങളെ കാണാൻ തുടങ്ങുകയാണ്. അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് മഴയെ ചീത്ത പറയാൻ തുടങ്ങി. എന്തിനാണിപ്പോൾ മഴ പെയ്യുന്നത്? എന്തിനിപ്പോൾ മഴ പെയ്യേണ്ട ആവശ്യം? എന്തുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മാത്രം മഴ പെയ്യുന്നു? ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വണ്ടിയായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. വളരെ സേഫായിട്ട് ആ മഴയത്തു കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് മഴയെ നിർത്താൻ സാധിക്കില്ല അല്ലേ? പക്ഷെ നിങ്ങൾക്ക് വേറൊരു കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താണ്? നിങ്ങളുടെ ആ ഒരു സ്കില്ലിനെ സേഫായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. സോ ലൈഫ് ഇതുപോലെ തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മളുടെ റെസ്പോൺസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് നേരമില്ലായിരിക്കും. അവർക്ക് ആ ഒരു മഴയെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞ് ഇരിക്കുന്നതിന് പകരം ആ ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട് ബാക്കി എന്ത് ചെയ്യാം എന്നേ അവർ ചിന്തിക്കുകയുള്ളൂ. അവരെപ്പോഴും ആ ഒരു ഡ്രൈവിങ്ങിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് സേഫായിട്ട് മുന്നോട്ട് പോകാൻ നോക്കും. അതുപോലെ എന്തെങ്കിലും മോശം അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ എന്തുകൊണ്ട് എനിക്ക് എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു തുടങ്ങുക. സോ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് മാറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇമോഷൻസിനെ പെട്ടെന്ന് വിശ്വസിക്കരുത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ചില ഇമോഷൻസിൻ്റെ പുറത്ത് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ചില മെസ്സേജുകൾ ആളുകൾക്ക് അയച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ അയക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന്? കൂടുതൽ ആളുകളുടെയും ഉത്തരം അതെ അല്ലെങ്കിൽ യെസ് എന്നുള്ളത് തന്നെയായിരിക്കും. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ വരുന്ന സ്ട്രോങ് ഇമോഷൻസ് ഉണ്ടല്ലോ, ഭയങ്കര ദേഷ്യം, ഭയങ്കര സ്നേഹം, എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഇമോഷൻസ് ആണ്.
ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, നിങ്ങളെ നിരാശപ്പെടുത്തുമ്പോഴൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ചില കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കെമിക്കൽസ് ഒരുപാട് നേരം നിലനിൽക്കില്ല, കുറച്ച് സമയമായിരിക്കും അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവുക. നിങ്ങൾ ആ ഒരു സമയത്ത് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ വേവ് പെട്ടെന്ന് തന്നെ കാം ഡൗൺ ആവുമെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്തത്. അല്ലാതെ അവർ ഇമോഷൻ ലെസ് ആയതുകൊണ്ടല്ല. എല്ലാ ഇമോഷൻസും അവർക്കും ഉണ്ട്. പക്ഷേ അവർ റിയാക്ട് ചെയ്യുന്നത് വളരെ സ്ലോലി ആയിരിക്കും. അവരൊരു പോസ് എടുക്കും, അവർ ബ്രീത്ത് ചെയ്യും, അവർ വെയിറ്റ് ചെയ്യും. കാരണം അവർക്കറിയാം ഇതൊരു ടെമ്പററി ഇമോഷനാണ്, ഇതൊരു പെർമനൻറ്റ് ഡിസിഷനിലേക്ക് എന്നെ എത്തിക്കില്ല എന്നുള്ള കാര്യം. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഹൈ ഇമോഷൻ നിങ്ങൾക്ക് വരുന്നൊരു സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു ബ്രീത്ത് എടുക്കുക, ഒന്ന് പോസ് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് താങ്ക് യു പറയുന്ന ഒരു നിമിഷമായിരിക്കും പിന്നീടത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കൂടുതൽ സമയം ഉറങ്ങാൻ, ഈസി ആയിട്ടുള്ള ചോയ്സുകൾ എടുക്കാൻ, പ്രശ്നമുള്ള കോൺവെർസേഷൻസൊക്കെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഒരാളോട് ഒന്ന് സംസാരിച്ചാൽ തീരുന്നൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടാവും. പക്ഷെ ആ ആളോട് സംസാരിക്കുന്ന ആ ഒരു ഡിസ്കംഫർട്ട് ആലോചിക്കുമ്പോൾ സംസാരിക്കാൻ തോന്നില്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് ആലോചിക്കും. പക്ഷേ നമ്മൾ ഈ എടുക്കുന്ന കംഫർട്ട് ഉണ്ടല്ലോ, അതിന് നമ്മൾ അറിയാതെ പോലും ചില വില കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം കംഫർട്ടബിളായിട്ട് ജീവിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ മെൻ്റൽ മസിൽസ് വീക്ക് ആവുകയാണ്. അതായത് നിങ്ങൾ ജിമ്മിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ മസിൽസിന് വേണ്ടി അവിടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളവിടെ റെസിസ്റ്റൻസ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു വെയിറ്റ് ഉയർത്തുമ്പോഴൊക്കെ ഒരു റെസിസ്റ്റൻസ് നിങ്ങളുടെ മസിലിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു റെസിസ്റ്റൻസ് ആണ് നിങ്ങളുടെ മസിലിനെ ബിൽഡ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുകയാണ്. നിങ്ങൾ ഓരോ തവണയും കൂടുതൽ സ്ട്രോങ്ങർ ആവുകയാണ്. രാവിലെ അലാറം വെച്ച് എഴുന്നേൽക്കുന്ന സമയത്ത്, നിങ്ങൾ അവോയ്ഡ് ചെയ്തിരുന്ന ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ച ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, നിങ്ങളോടുള്ള പ്രോമിസുകൾ നിങ്ങൾ പാലിക്കുന്ന സമയത്ത്, ഇപ്പോഴൊക്കെ നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന കാര്യം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും നിങ്ങളിങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് മടി പിടിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ മസിൽസ് വീക്ക് ആവാനുള്ള ചാൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം വർദ്ധിക്കുന്നുവെന്ന് നിങ്ങളത് ചെയ്തു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. മെൻ്റൽ സ്ട്രെങ്ത്തിന് വേണ്ടി നിങ്ങൾക്ക് നാലാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളോട് തന്നെ വളരെ നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിങ്ങളെ തന്നെ കാണുക എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ മറ്റുള്ളവരോടൊക്കെ ഒരുപാട് കരുണയുള്ളവരാണ്, പക്ഷേ അവനവനോട് ഭയങ്കര ക്രൂവലാണ് താനും. അതൊരു വലിയ മിസ്റ്റേക്കാണ്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ യൂസ്ലെസ് ആണ്, ഞാനൊരു തോൽവിയാണ്, എനിക്ക് എല്ലാം പ്രശ്നങ്ങളാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സോ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആക്കുക എന്നുള്ളത് മെൻ്റൽ സ്ട്രെങ്ത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് നിങ്ങൾ ചെന്ന് നിങ്ങൾ ഈ ഒരു യൂസ്ലെസ് ആണ്, നിൻ്റെ ലൈഫ് എന്നും ഫെയിലിയർ ആയിരിക്കും എന്ന് പറയുമോ? നീ എന്തായാലും രക്ഷപ്പെടും, നീ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നിനക്ക് ഉറപ്പായിട്ട് കിട്ടും, അങ്ങനെയല്ല നിങ്ങൾ പറയൂ. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് മാത്രം ഇങ്ങനെ പറയുന്നു? ശരിയാണ്, നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകളൊക്കെ വളരെ കാഠിന്യമുള്ളതായിരിക്കും, ഓക്കെ. പക്ഷേ നിങ്ങൾ നിങ്ങളോട് പറയേണ്ടത് എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതല്ല. അതിന് പകരം ഇതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്, ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് അവനവനോട് പറയേണ്ടത്. ഈ ഒരു ചെറിയ ഷിഫ്റ്റ് തന്നെ നിങ്ങളുടെ മനസ്സിനെ കുറേ കാം ഡൗൺ ആക്കുകയും ക്ലിയർ ആയിട്ട് നിങ്ങളെ തിങ്ക് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കൊടുക്കേണ്ട വോയിസ് അത് നിങ്ങളുടെ തന്നെയാണ്. അഞ്ചാമത് ഞാൻ പറയുന്ന പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആളുകളെ കെയർ ചെയ്തോളൂ, പക്ഷേ അവരുടെ വേദന അങ്ങനെ തന്നെ സ്വീകരിക്കരുത്. പറയുമ്പോൾ കുറച്ച് സെൽഫിഷ് ആയിട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾ, നല്ല ഹൃദയമുള്ള, മറ്റുള്ളവരെ കേൾക്കാൻ റെഡിയായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായിട്ട് എടുത്ത് സ്ട്രെസ് ഹോർമോൺ കൂടിയും ഉറക്കമില്ലാതെയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ്. അവരെല്ലാവരുടെയും പ്രശ്നങ്ങളെ അബ്സോർവ് ചെയ്യും, മറ്റുള്ളവരുടെ സ്ട്രെസ്സിനെ അബ്സോർവ് ചെയ്യും, നെഗറ്റിവിറ്റിയെ അബ്സോർവ് ചെയ്യും, എല്ലാ കാര്യങ്ങളും അങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവർ കാണുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായിട്ടാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക?
ഇവഞ്ച്വലി നമ്മളൊരു ഇമോഷണലി എക്സോസ്റ്റഡ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥയിലേക്ക് പോകും. എൻ്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങൾ ഞാനിങ്ങനെയായിരുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു നല്ല വ്യക്തിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങളും അവനൻ്റേതാണ് എന്ന രീതിയിൽ കരുതുക എന്നുള്ളതല്ല. അതിന് പകരം നമുക്ക് മറ്റൊരാളെ ഡീപ്ലി കെയർ ചെയ്യാൻ പറ്റും. അവരുടെ ഇമോഷൻസ് അക്സെപ്റ്റ് ചെയ്യാതെ അവരെ കേൾക്കാൻ പറ്റും. നമുക്ക് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ മെൻ്റൽ പീസ് എന്നുള്ള കാര്യം അതിനെ സാക്രിഫൈസ് ചെയ്യാതെ വേണം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. ഞാനിതുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു ബേസിക് തിയറി എന്താണെന്ന് വെച്ചാൽ, ഒന്നുമില്ലാത്തൊരു കപ്പിൽ നിന്ന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരിക്കണം, നമ്മുടെ കപ്പിൽ ഫിൽഡ് ആയിരിക്കണം, എങ്കിൽ മാത്രം നമുക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ എല്ലാവരുടെയും സ്ട്രെസ്സ് സ്വീകരിച്ച് എക്സോസ്റ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളെ ഒരിക്കലും മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു തിയറിയാണ് എൻ്റെ മനസ്സിനെ മാറ്റി ചിന്തിപ്പിച്ചത്. നമ്മളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആക്റ്റ് അല്ല, അതൊരു നെസസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ ചെയ്താലും ആറാമതായിട്ടുള്ള പോയിന്റ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ വേസ്റ്റായി പോകും. മറ്റൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ വളരെ ബുദ്ധിപരമായിട്ട് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? അവർ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാറുണ്ടോ? നിങ്ങളെ എൻകറേജ് ചെയ്യാറുണ്ടോ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അതോ അവർ നിങ്ങളെ കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും നിങ്ങളെ എനർജിയെ ഡ്രെയിൻ ചെയ്യുകയും എപ്പോഴും നിങ്ങളെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ആൾക്കാരാണോ? നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ചിന്തകളെ പോലും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ കുറച്ച് ഫ്രണ്ട്സേ കാണുള്ളൂ. കാരണം അവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെ ജെനുവനായിട്ടുള്ള, അവരെ സേഫായിട്ട് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ വാല്യൂഡ് ആയിട്ട് കാണുന്ന, അവരെ മനസ്സിലാക്കുന്ന ആൾക്കാരെ മാത്രമായിരിക്കും. 100 കണക്കിന് ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉള്ളതിലും എത്രയോ നല്ലതാണ് ഒരു നല്ല ഫ്രണ്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുതരുന്ന ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക. ഒരു വ്യക്തിക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും കരയാറില്ല, അങ്ങനെയൊന്നുമല്ല. അവരൊരിക്കലും പേടിക്കാറില്ല എന്നല്ല, അവരൊരു സ്ട്രഗിളിൽ കൂടി കടന്നു പോവില്ല എന്നുമല്ല. ഇതെല്ലാം അവരുടെ ലൈഫിലുണ്ടായിരിക്കും, പക്ഷേ അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ പലപ്പോഴും വീഴും, നിങ്ങൾ പക്ഷേ അതിൽ നിന്നും പഠിക്കും, നിങ്ങൾ ഹീലാവും, വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ഓരോ തവണ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ പഴയതിനേക്കാൾ സ്ട്രോങ് ആയി മാറിയിരിക്കും. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റുമായിട്ട് കാണാം. ബൈ.